ഏയ് 1990 വരെ ജനിച്ച ആളുകൾക്കറിയാം അവരുടെ കുട്ടിക്കാലം അല്ലേ. സ്കൂളൊക്കെ 2 മാസമൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ആ അവരുടെ ആ പ്രദേശത്ത് ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരിക്കും. ഇവരൊക്കെ എന്താ പറയുക, ഒത്തൊരുമിച്ച് പോയി എന്താ പറയുക, ചുള്ളിക്കറക്കുക, ഞാറപ്പഴം അറക്കാൻ പോവുക, അല്ലെങ്കിൽ അവരിങ്ങനെ എന്താ പറയുക കാടുകളിലും പൊന്തയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക നടക്കുക. എന്നിട്ട് ചെറിയ കുഞ്ഞു വീടുകളൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മളെ ഈ ഷീറ്റൊക്കെ ഉണ്ടല്ലോ, ഈ ഷീറ്റൊക്കെ ചെറിയ ഷീറ്റും ചാക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താ പറയുക അവർ സംഘടിപ്പിച്ച് ഒരു വീട് പോലെ ഉണ്ടാക്കി അവരെന്ത് ചെയ്യുന്നത്, ഇത് എൻ്റെ വീടാണ്, എന്നിട്ട് മണ്ണ് കൊണ്ട് കളിക്കുക അല്ലേ അവരുടെ കുട്ടിക്കാലത്ത്. അത് അവർക്ക് അതിൽ നിന്നും കിട്ടുന്ന സന്തോഷം അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്നിട്ട് അവർ ഒളിച്ചു കളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ പരസ്പരം എന്താ പറയുക, ഇതെൻ്റെ ഭക്ഷണമാണ്, ഇതെൻ്റെ ടീച്ചറാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ സഹോദരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള കളികൾ അല്ലേ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്താ പറയുക, എന്തെന്നില്ലാത്ത മനസ്സിന് ഉന്മേഷവും മനസ്സിന് കുളിർമയും മനസ്സിന് ആവേശവും നൽകുന്ന കാര്യങ്ങളായിരുന്നു. സ്നേഹത്തിൻ്റെ എന്താ പറയുക, എന്താ പറയുക, സ്നേഹത്തിൻ്റെ എന്താ പറയുക ഒരു വികാരം അല്ലേ. സ്നേഹം ഏറ്റവും കൂടുതൽ പടർന്ന് പന്തലിക്കാനുള്ള എന്താ പറയുക ഒരു കളിയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു അന്തരീക്ഷമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്, എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്നാണെങ്കിൽ എന്താ പറയുക, മൊബൈൽ ഫോണ് അല്ലേ, നമ്മുടെ കൈകളിലൊക്കെ മൊബൈൽ ഫോണുണ്ട്. എല്ലാ കുട്ടികളുടെ കൈകളിലും മൊബൈൽ ഫോണാണ്. അന്ന് കുട്ടികളുടെ കൈകളിലൊന്നും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. എന്താണ്, അന്ന് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മൊബൈൽ ഫോൺ എന്ത് ചെയ്യുന്നു, അതായത് ഇന്നത്തെ കുട്ടികൾ എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും. എന്നിട്ട് ഗെയിം കളിക്കും അല്ലേ. അവരെന്ത് ചെയ്യുന്നു, പബ്ജി പോലുള്ള ഗെയിം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കളിച്ച് യാതൊരു തരത്തിലുള്ള ആശയവിനിമയം നടത്തുന്നില്ല. ചിലപ്പോൾ 1-2 മണിക്കൂർ അവർ അപ്പുറത്തിപ്പുറത്തൊക്കെ ഒരുമിച്ചിരിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഈ ഒരു 1-2 മണിക്കൂർ സമയം ഇവർ പബ്ജി കളിച്ച് യാതൊരു സംഭാഷണവും നടത്താതെ നോക്കറ നാളെ കാണാം എന്ന് പറയാനാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നാളെ കാണാൻ വരാം, അല്ലെങ്കിൽ നിൻ്റെ ഒരു വൈഫൈ അല്ലെങ്കിൽ എൻ്റെ നെറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ നിൻ്റെ ഹോട്ട്സ്പോട്ട് എനിക്ക് തായോ, എൻ്റെ ചാർജ് കഴിഞ്ഞു, ഇതൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. എന്താണ് ഇന്നത്തെ തലമുറ, എന്താണ് എൻ്റെ ചാർജ് കഴിഞ്ഞു, എൻ്റെ നെറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നിൻ്റെ ഹോട്ട്സ്പോട്ട് ഒന്ന് എനിക്ക് തരുമോ, എൻ്റെ ഗെയിം എന്ത് ചെയ്യുന്നു, എൻ്റെ ഗെയിമിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അല്ലാതെ അവർക്ക് ജീവിതത്തെ പറ്റിയൊരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ പഠനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജനറൽ നോളജിനെ കുറിച്ചോ അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തമാശയോ പുഞ്ചിരിയോ പൊട്ടിച്ചിരിയോ ഒന്നുമില്ല, അവിടെ സംഭവിക്കുന്നില്ല. എന്നാൽ പണ്ടെന്തായിരുന്നു, പരസ്പരം അമ്മയാണ്, മകനാണ്, അച്ഛനാണ്, ടീച്ചറാണ്, കുട്ടിയാണ്, സഹോദരിയാണ്, സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു ഇവിടുത്തെ ആളുകൾക്ക്. 1990 വരെ അല്ലേ, 1990 വരെ. 90കൾക്ക് ശേഷം വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രമേ അത്രയും ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ശേഷം മൊബൈൽ ഫോൺ വന്നു, എല്ലാവരും മൊബൈൽ ഫോണിന് അഡിക്റ്റഡായി. ഈ മൊബൈൽ ഫോണാണ് എല്ലാം അല്ലേ. മൊബൈൽ ഫോൺ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പക്ഷെ ഇപ്പം മൊബൈൽ ഫോണും കഴിഞ്ഞ് കുട്ടികളിൽ എന്ത് ചെയ്യുന്നു, ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്താണ്, മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ അല്ലേ. മറ്റേത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു അമിതമായി ഉപയോഗിക്കുന്നു എന്നുള്ള പരാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്നും കുട്ടികളിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഒഴുകി വരികയാണല്ലേ. എന്താ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. നമ്മുടെ കുട്ടികളിൽ എന്താ പറയുക, ഈ കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സന്തോഷം ലഭിക്കുമോ, സന്തോഷം എന്താണ് എന്ന് കുട്ടികൾ അറിയുമോ, സമാധാനം എന്താണ് എന്നുള്ള കുട്ടികൾ അറിയുമോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതായത് ജീവിതത്തിൽ ആശയവിനിമയം അല്ല, ഇവർ സംഭാഷണം നടത്തുന്നില്ല. ഇവർക്ക് ഇവരുടെ കാര്യം, ഇവർക്ക് ഇവരുടെ ഗേൾ ഫ്രണ്ട്, ഇവർക്ക് ഇവരുടെ ബോയ് ഫ്രണ്ട്, ഇവർക്ക് ഇവരുടെ ജീവിതം, സ്വന്തം ജീവിതം, കമ്മ്യൂണിക്കേഷൻ ഇല്ല. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്താ പറയുക, ആ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കി അവരെന്ത് ചെയ്യുന്നു, അവരൊരു ക്രിമിനൽ സ്വഭാവമായി മാറിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറ. അതായത് എന്ത് പറഞ്ഞാലും എന്താ പറയുക, ഞാൻ പോയി മരിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുതുതലമുറ, ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു തലമുറ വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയോ, നിങ്ങളൊക്കെ വലുതായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ നല്ലൊരു മനസ്സ് നിങ്ങൾക്ക് ഇല്ലാതായി പോകും.
നിങ്ങൾക്ക് ചിന്തിക്കാൻ നല്ലൊരു മനസ്സില്ലാതായി പോകും. നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടാൻ നിങ്ങൾക്ക് പ്രയാസമാകും. നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിന്നും നിങ്ങളുടെ മാനേജറിൽ നിന്നോ നിങ്ങളുടെ സീനിയറിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക ആ കമ്പനിയിൽ നിന്നും നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഉപദേശമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു വഴക്കോ കേട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ അതിൽ നിന്ന് ക്ഷമ എന്ന് പറയുന്നൊരു സാധനം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇന്നത്തെ കുട്ടികളിൽ ക്ഷമ എന്ന് പറയുന്നൊരു ശീലം ഒട്ടുമില്ല അല്ലേ? പണ്ട് ഇന്നെന്ത് ചെയ്യുന്നു, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എന്താ പറയുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അല്ലെങ്കിൽ ഞാൻ അതാക്കും ഇതാക്കും അങ്ങനെ ആവും ഞാൻ ഇങ്ങനെ ആവും ഞാൻ എന്ത് ചെയ്യുന്നു വിട്ടുപോകും ഞാൻ നാട് വിടും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു പോയി സൂയിസൈഡ് ചെയ്യും. ഇതൊക്കെയാണ് കുട്ടികളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വികാരങ്ങൾ. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് പോയി? കുട്ടികളെ നിങ്ങൾക്കാണ് പോയത്. നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ സുഖ സൗകര്യമുള്ള സന്തോഷമുള്ള സമാധാനമുള്ള സ്നേഹമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തുഷ്ടതയോടു കൂടി സന്തുഷ്ടമായി ജീവിക്കേണ്ട ചില നിമിഷങ്ങളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ പന്തലൊക്കെ കെട്ടി നമുക്കിങ്ങനെ ഉല്ലസിക്കാനും നമ്മൾ കാടുകളിലൂടെ പൊന്ത അല്ലേ, കാടുകളിലൂടെ മരങ്ങളിൽ അല്ലേ മരത്തിൻ്റെ ഇടയിലൂടെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒളിച്ചു കളി ഉണ്ടായിരുന്നു, നമ്മളെന്താ പറയുക പട്ടിയും ചുള്ളിയും എന്ന് പറഞ്ഞിട്ട് കളി ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലേ. പിന്നെ പൈപ്പൊക്കെ അല്ലേ, അതായത് നമ്മൾ PVC പൈപ്പില്ലേ, ഈ PVC പൈപ്പൊക്കെ നമ്മൾ റൗണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യും റൗണ്ടാക്കി നമ്മളത് റിങ്ങായി ഉപയോഗിച്ചിരുന്നു. ചെരുപ്പിൻ്റെ എന്താ പറയുക നമ്മൾ എന്താ പറയുക അവായ് ചെരുപ്പൊക്കെ അല്ലേ, ഈ അവായ് ചെരുപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വാഹനമാക്കിയിരുന്നു. നമ്മൾ ഉന്തി നടക്കുമായിരുന്നു. എപ്പോഴും ശരീരത്തിന് ആക്ടിവിറ്റീസ് കിട്ടിയായിരുന്നു അല്ലേ. എപ്പോഴും നമ്മൾ അങ്ങോട്ടേക്ക് ഓടും അങ്ങോട്ടോടും ഇങ്ങോട്ട് ഓടും, ശരീരത്തിന് എപ്പോഴും ആക്ടിവിറ്റീസ്. പക്ഷെ ഇപ്പോഴെന്താണ് കുട്ടികൾ ചെയ്യുന്നത്? ശരീരം ഒരു മൂലയ്ക്ക് കൊണ്ടേയിരുത്തി എന്താ പറയുക എപ്പോഴും വിശ്രമം. ശരീരം പ്രവർത്തിക്കുന്നില്ല, ശരീരം ചൂടാവുന്നില്ല, അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളിൽ തന്നെ കൊഴുപ്പടങ്ങിയ എന്താ പറയുക കൂടുതൽ കൊഴുപ്പടങ്ങിയ എന്താ പറയുക ശരീരമാണ് അവർക്ക് വളർന്നു വരുന്നത്. ഇത്തരത്തിലുള്ള ശരീരവും ഇത്തരത്തിലുള്ള മലിനമായിട്ടുള്ള മനസ്സും വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 10-30 വയസ്സാകുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വരും, ഒരുപാട് വിഷയങ്ങൾ നിങ്ങളെ തേടി വരും, നിങ്ങൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും കുട്ടിയായിരുന്നാലും മുതിർന്നവരായാലും നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ഇനിയുള്ള ജീവിതം നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കണ്ടറിഞ്ഞ് നമുക്ക് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റും അല്ലേ. ഒരാൾ നമുക്ക് പറഞ്ഞു തരണ്ട, എന്ത് വേണമെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മൊബൈലിലൂടെ നമുക്ക് കാണാം അല്ലേ. കണ്ട് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തെ പോലെ ആയിരിക്കരുത് നമ്മുടെ ജീവിതം എപ്പോഴും സന്തുഷ്ടമായി മുന്നോട്ട് സഞ്ചരിക്കുവാൻ വേണ്ടി മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ജീവിതം എന്തെന്നില്ലാത്ത സുഖവും സന്തോഷവും സമാധാനം നമുക്ക് ലഭിക്കും കേട്ടോ. ശ്രദ്ധിക്കണേ.